എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഏറ്റവും വലിയ നികുതി ഭാരം സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് വന്ന് നിങ്ങൾ എന്ത് ന്യായമാണ് പറയുന്നത്? ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഒരു ചെറുകിട കച്ചവടക്കാരന് ബിസിനസ് നടക്കുന്നുണ്ടോ? ഓട്ടോറിക്ഷകൾക്ക് ഓട്ടം നടക്കുന്നുണ്ടോ? കൂലിപ്പണിക്കാരന് കൂലിപ്പണി ഉണ്ടോ? അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? ഒരു പെട്ടിക്കടക്കാരന് കച്ചവടം നടക്കുന്നുണ്ടോ? ഒരു ടെക്സ്റ്റൈൽസിൽ ബിസിനസ് നടക്കുന്നുണ്ടോ? റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ നടക്കുന്നുണ്ടോ? എല്ലാ മേഖലയെയും ടൂറിസ്റ്റ് ടാക്സി രംഗം തകർത്തു. മർമ്മം അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച. RSSന്റെയും കേന്ദ്രത്തിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കെതിരായി പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ ചെങ്കോടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്തുന്ന പാർട്ടിയോട് ഞങ്ങൾ പറഞ്ഞു, 1 രൂപ ഒന്ന് കുറയ്ക്കുമോ? ഞങ്ങൾ കുറയ്ക്കില്ല കേട്ടോ, ജനങ്ങൾ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞ ധാർഷ്ട്യത്തിന്റെ ഉടമകളാണ് നിങ്ങൾ. ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും. പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ. ഈ സംസ്ഥാനത്തിന്റെ കടം 7 കൊല്ലം കഴിയുമ്പോൾ 3 ലക്ഷം കോടിയിലേക്കും, ഈ കൊല്ലം കഴിയുമ്പോൾ അത് 4 ലക്ഷം കോടിയിലേക്കും കേരളത്തിന്റെ പൊതുഖജനാവിലെ കടം കൂട്ടിയതല്ലാതെ നിങ്ങൾ കടം കുറയ്ക്കാൻ ഒരു കാര്യം നിങ്ങൾ ചെയ്തോ? പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാണ്. ദൂർത്തിന്റെ പര്യായമായി ഒരു കുംഭമേള തന്നെ നിങ്ങൾ നടത്തി. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം. പാവപ്പെട്ടവനോട് മുണ്ട് മുറുക്കി ഉടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ സാധാരണക്കാരനെ പിഴിഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരങ്ങളും കുടുംബാംഗങ്ങളും പരിവാരങ്ങളും വല്ലാതെ സുഖിക്കുന്നുണ്ടല്ലോ ഈ നാട്ടിൽ. ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആഡംബര പ്രിയരായി 42 വാഹനങ്ങളുടെ അകമ്പടിയും ആംബുലൻസും അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുമായി കറുപ്പിനെയും ഭയന്നുകൊണ്ട് കറുത്ത കൊടിയെയും സമരങ്ങളെയും പുച്ഛിച്ചുകൊണ്ട് ഒരു ചക്രവർത്തിയെ പോലെ വിരാജിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാ വരുന്നത്. കേരളത്തിൽ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പുത്തലത്ത് ദിനേശൻ, നിങ്ങൾ പറയുന്നത് എന്താണ്? അയ്യോ, ഞങ്ങൾ ഇതെല്ലാം കൂട്ടിയത്, ഈ നികുതി ഭാരമെല്ലാം അടിച്ചേൽപ്പിച്ചത് ഞങ്ങളുടെ കയ്യിൽ കാശില്ല, പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ല, അതുകൊണ്ടാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മാസം തോറും പെൻഷൻ പ്രഖ്യാപിച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം 12,090 രൂപ 6 കൊല്ലക്കാലം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിന് പെൻഷൻ, കൂടാതെ 2.88 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി. 6 വർഷത്തെ സേവനത്തിന് കമ്പ്യൂട്ടേഷൻ ആയിട്ട് 6.44 ലക്ഷം രൂപ അധികവും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പൊതുഭരണ വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ ഉത്തരവ് അയച്ചു തരാം. എന്തൊരു കൊള്ളയാണ്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ നിങ്ങളെ വല്ലാതെ പിന്തുണച്ചവരാണല്ലോ സർക്കാർ ജീവനക്കാര്. ആ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവുണ്ട്. ഫിനാൻസിന്റെ റൂൾ ബി GO 33/2023. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. ലീവ് സറണ്ടർ 4 ഗഡു ക്ഷേമബത്തയും 15 DAയും അതുപോലെ തന്നെ PF-ൽ ശമ്പള കുടിശ്ശിക ലയിപ്പിക്കുന്നതുമെല്ലാം അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുന്നു. സാമ്പത്തിക ക്രൈസിസ്. ഏത് പോസ്റ്റൽ ബാലറ്റ് എടുത്ത് പൊട്ടിച്ചാലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കുത്തിത്തരുന്ന ജീവനക്കാരോടുണ്ടല്ലോ നിങ്ങൾ കാണിച്ച വല്ലാത്ത സ്നേഹം ഉത്തരവായിട്ട് വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിനടുത്ത് പാറശാലയ്ക്കടുത്ത് കളിയിക്കാവളയിൽ പെട്രോൾ അടിക്കാൻ പോയാൽ 6.14 രൂപ കുറവ്. ഇനി മംഗലാപുരത്ത് പെട്രോൾ അടിക്കാൻ പോയാലോ കർണാടകയിൽ 7.17 രൂപ കുറവ്. 7ഉം 8ഉം 14 രൂപ പെട്രോളിന് കുറയുമ്പോൾ പെട്രോളിന്റെ നികുതി ഭാരത്തിൽ പാവപ്പെട്ടവനെ നിങ്ങൾ പിഴിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. ഏറ്റവും അവസാനമായി എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കൂ എന്ന് പറയുന്നത് നിങ്ങള് 200 ചതുരശ്ര മീറ്റർ സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ 1400 രൂപയായിരുന്നു നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എങ്കിൽ ഇന്ന് പെർമിറ്റ് ഫീസായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് 20,000 രൂപ. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. ഒരു പാവപ്പെട്ടവൻ വീട് വെക്കാൻ ഇറങ്ങിയാൽ 1200 കൊടുക്കേണ്ട സ്ഥാനത്ത് ഇനി 20,000 രൂപ പെർമിറ്റ് ഫീസ് കൊടുക്കണം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. നിങ്ങൾ KSRTC കുറിച്ച് പറഞ്ഞു, 4 മാസക്കാലം 41 ദിവസം ശമ്പളരഹിത സേവനമെന്ന് അഖിലായസ് നായർ എന്ന് പറയുന്ന ഒരു വനിതാ കണ്ടക്ടർ. വല്ലാത്ത വനിതാ സ്നേഹവും തൊഴിലാളി സ്നേഹവും വഴിഞ്ഞുഴങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകളോടാണ് കേട്ടോ. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ അഖിലായസ് നായർ ഒരു കൊച്ചു ബാഡ്ജ്, ഒരു പ്രതിഷേധത്തിന്റെ ബാഡ്ജ് കിട്ടിയ ഉടനെ അവരെ വൈക്കത്തുനിന്ന് പാലായിലേക്ക് നാട് കടത്തിയിരിക്കുന്നു. സർ CP യെ പോലെ പിണറായി വിജയന്റെ ഗവൺമെന്റ്
ഇതാണ് KSRTC. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഡോൺ കൗണ്ട് ദ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച് എന്ന് പറയും. അതായത് കോഴി അട വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അതിന്റെ കോഴി കുഞ്ഞുങ്ങളെ എണ്ണാൻ പാടില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പറഞ്ഞ കണക്കല്ലേ ഏപ്രിൽ 9-ാം തീയതി പെട്ടിയിലേക്ക് വീണ വോട്ടാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, യാതൊരു സംശയവും അതിനകത്ത് വേണ്ട. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. ആവൽ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങൾ. ഇത്രയും നാളത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കതാണ് കിട്ടിയ ഫീഡ്ബാക്ക്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പല ആളുകളുടെ അടുത്തും ചർച്ച നടത്തി, വ്യക്തിപരമായിട്ട് ചർച്ച നടത്തി, പല മണ്ഡലങ്ങളിലും പോയി പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഫീഡ്ബാക്ക് എടുക്കുകയുണ്ടായി. കാര്യം ഇത് എനിക്കൊരു പഠന മേഖലയും കൂടെ ആയതാണ്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിലും അധികാരത്തിൽ വരും. കാരണം ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ ഈ ഗവൺമെന്റിന് ഇല്ലായിരുന്നു. ഗവൺമെന്റിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നേതാവിനെ ആക്രമിച്ചുകൊണ്ട് ഒരു ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. പിണറായി വിരുദ്ധർ അല്ലെങ്കിൽ പിണറായിസം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ കുറെ നാളുകൊണ്ട് പിന്നെ കനകോലു പഠിച്ച പണി 18 നോക്കി എന്തെല്ലാം മാർഗങ്ങൾ അവലംബിച്ചു. ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഓമന പേരിട്ട് വിളിച്ചിട്ട് സകല വർഗീയ കക്ഷികളുമായിട്ടും നീക്കുപോക്കുകൾ വരുത്താൻ ശ്രമിച്ചു. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. ഇതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ. ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്ന വട്ടിയൂർക്കാവിലാണ്, കൊല്ലക്കാരനാണെങ്കിലും. വട്ടിയൂർക്കാവില് കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷം അവിടെ BJPയുടെ ബൂത്തുകളിൽ ഒരൊറ്റ ആൾ പോലും ഇരിക്കാനില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു ബൂത്ത് വോട്ടിടുന്നതിൻ്റെ അന്ന്. അവിടെ ഒരു ബൂത്തിൽ ഒരു ബൂത്ത് ഏജന്റ് പോലും ഒരൊറ്റ, ഏറ്റവും കൂടുതൽ BJP കോർപ്പറേഷൻ കൗൺസിലേഴ്സ് ഉള്ള വാർഡാണെന്നുള്ള കാര്യം ആലോചിക്കണം. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് ഒരാൾ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അവർ വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ ആണോ? അവർ അന്തരീക്ഷത്തിലോട്ട് അപ്രത്യക്ഷതായതാണോ? അതോ വായുവായിട്ട് പോയതാണോ? അത് അവരുടെ ആവേശം കെട്ടടങ്ങിയതാണോ? അപ്പൊ ഇത്തരത്തിലുള്ള കൂട്ടുകച്ചവടങ്ങളൊക്കെ ധാരാളം അന്തർധാരകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി ജനം വിലയിരുത്താൻ പോകുന്നത്. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം കേരളം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകിന് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ UDFന്റെ ഒരു MP കേന്ദ്രത്തിലൊരു ചോദ്യം ഉന്നയിച്ചു. നാണക്കേടെന്ന് പറയാം. എന്റെ നാട്ടുകാരനായ MP ആണ്, കൊല്ലത്തിലെ NK പ്രേമേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഉന്നയിച്ചത് വളരെ നിർദോഷമെന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ്. അതിദാരിദ്ര്യ മുക്തി ചെയ്തെങ്കിൽ ഈ റേഷനിങ് ഇതുപോലെ തുടരേണ്ടുന്ന കാര്യമുണ്ടോ, അല്ലെങ്കിൽ റേഷനിങ് അനുവദിക്കുമോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ റേഷൻ കൂടെ കട്ട് ചെയ്യട്ടെ. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. എപ്പോഴെല്ലാം കേന്ദ്രം നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന സമയത്തിനും അവിടെയെല്ലാം ഭാര്യ ചത്താലും വേണ്ടിയില്ല, മകൻ ചത്താലും വേണ്ടിയില്ല, മരുമകൾ സന്തോഷിക്കരുത് എന്നുള്ള ഒരൊറ്റ പോയിന്റ് അജണ്ടയായിട്ട് നീ ഒന്നും പണയണ്ട. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.